ഹായ് ഗായ്സ്, വെൽക്കം ടു വരാന റൈസ് മലയാളം യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അതുല്യ. സോ നമ്മളിപ്പോൾ ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. CHSL നമുക്ക് ഇപ്പോൾ ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യല്ലേ, എക്സാം എന്ന് പറഞ്ഞാൽ ജൂലൈയിലാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ CHSL ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഒരു റിവിഷൻ ആൻഡ് പ്രാക്ടീസ് സീരീസാണ് ഈ പോകുന്നത്. സോ ഓരോ ദിവസവും ഒരു 10 ക്വസ്റ്റ്യൻ വീതം നമ്മൾ പോകുന്നതാണ്. ഓരോന്നിനും എന്താണ് ഒരു 30 സെക്കൻഡ് ടൈം ഗ്യാപ്പും ഉണ്ടായിരിക്കും. സോ ഒരു ടൈം 30 സെക്കൻഡ്, ഓരോ ക്വസ്റ്റ്യന് 30 സെക്കൻഡ് എന്ന് പറഞ്ഞൊരു ടൈം വിടും. ഒരു സ്പീഡ് മോക്ക് പോലെ തന്നെയാണ് പോകുന്നത്. നമ്മൾ ഇത്രയും നാൾ പഠിച്ചിട്ടുള്ള എല്ലാം വെച്ചാൽ നമ്മൾ സെക്ഷനിലായിട്ട് പഠിച്ചിട്ടുള്ള എല്ലാം ഒരു സെക്ഷണൽ മോക്ക് പോലെ പോവുകയാണ്. ചാപ്റ്റർ വൈസ് പഠിച്ചിട്ടുള്ള എല്ലാം നമ്മളൊരു സെക്ഷണൽ മോക്ക് ആ ഒരു രീതിയിൽ പോവുകയാണ്. സോ ആ രീതിയിൽ ഇപ്പോൾ റിവിഷൻ ആൻഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും 30 സെക്കൻഡാണ് ടൈം തന്നേക്കുന്നത്. നിങ്ങൾ ആ ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ തന്നെ ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ നമുക്ക് സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കോഡിംഗ് ഡീകോഡിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഇൻസേർട്ട് എന്ന് പറയുന്നത് ചെയ്തേക്കുന്നത് NIXZTR എന്നാണ്. എന്നാൽ സെക്കൻഡ് എന്ന് പറഞ്ഞ് കോഡ് ചെയ്തേക്കുന്നത് ഏതൊരു രീതിയിലാണെന്നാണ്. നിങ്ങൾക്കൊരു 30 സെക്കൻഡ് ടൈം തരാൻ, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. ഓക്കെ, സോ നമുക്ക് നോക്കുമ്പോൾ ഇൻസേർട്ട് എന്ന് പറയുന്നത് അല്ലേ, INSCRT. ഇൻസേർട്ട് എന്ന് പറയുന്നത് എന്താണ്? കോഡ് ചെയ്തേക്കുന്നത് NIXZ എന്ന് പറഞ്ഞാൽ അല്ലേ. സോ ഫസ്റ്റും ലാസ്റ്റും ഡിജിറ്റുകൾ അല്ലെങ്കിൽ നമ്പേഴ്സ് വേർഡ്സ് നോക്കുവാണെങ്കിൽ എന്താണ് ഇതെന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ഇൻ്റർചേഞ്ച് ചെയ്തേക്കാണല്ലേ. നോക്കി, ഫസ്റ്റ് 2 ഇവിടെ 2 1 രീതിയിൽ വന്നേക്കുന്നു. ഇത് ലാസ്റ്റ് രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ ഇൻ്റർചേഞ്ച് ചെയ്തേക്കാണ് ചെയ്യുന്നത്. ഇനി ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത്, ഈ ഒരു ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് എത്രയാണ്? 7 കുറവാണ് എന്ന് പറഞ്ഞാൽ ഇതോ ഒരു 7. സോ ഈ ഒരു രീതിയിലാണ് വന്നേക്കുന്നത്. ഒന്ന് 7 കുറഞ്ഞും ഒന്ന് 7 കൂടിയുമാണ് വന്നേക്കുന്നത് അല്ലേ. നോക്കി, 19 ഇതെത്ര? 19ഉം ഇത് 5ഉം ആണ്. ഇതെത്രയാണ്? 26ഉം ഇതെത്രയാണ്? 24ഉമാണ് അല്ലേ. സോ ഇതെന്ന് പറഞ്ഞാൽ 7 കുറഞ്ഞും 7 കൂടിയും വന്നേക്കുന്ന ഒരു സീരീസാണ്. ഇത് +7ഉം ആൻഡ് ദിസ് ഈസ് -7. ഇതെന്ന് വെച്ചാൽ എന്താണ്? -7. അപ്പോൾ +7ഉം -7ഉം ചെയ്തേക്കാണ് അല്ലേ. സോ ആ രീതിയിൽ വരുമ്പോൾ ഇങ്ങനെയാണ് സീരീസ് വരുന്നത്. സോ ആദ്യത്തെ 2 ടേംസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർചേഞ്ച് ചെയ്തേക്കാണ്. അതേപോലെ തന്നെ ലാസ്റ്റ് 2 ടേംസും ഇൻ്റർചേഞ്ച് ചെയ്തേക്കാണ്. ബാലൻസ് ആ ലാസ്റ്റ് നടുക്ക് വരുന്ന ആ 2 ടേംസും ഒന്ന് -7ഉം +7ഉം എന്ന രീതിയിൽ പോയേക്കുവാണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് എന്ന് പറയുന്നത് അല്ലേ, സെക്കൻഡ് എന്ന് പറഞ്ഞത് ഏത് രീതിയിലാണ് ചോദിച്ചേക്കുന്നത്? സോ ഇത് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ ES ആൻഡ് ഇവിടെ എന്താണ്? DN, ESDN എന്നാണ്. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? +7 ആണല്ലേ. സോ +7 ചെയ്യുവാണെങ്കിൽ ഇത് എത്രയാണ്? ഇത് 3 ആണ്. +7 ചെയ്യുമ്പോൾ ഇവിടെ എത്ര? 10 വരണം, വിച്ച് ഈസ് J, 10 എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ 15 ആണ്. -7 ചെയ്യുവാണെങ്കിൽ എത്ര വരണ്ടേ? 8 ആണ്, വിച്ച് ഈസ് H. സോ ESHJDN അല്ലേ, ESHJDN. ഓപ്ഷൻ 3 ആണെന്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഏതാണ്? ഓപ്ഷൻ 3, ESHJDN. എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 12, 14, ദെൻ 56, 16, 18, 96. ദെൻ ആ ഒരു രീതിയിൽ വരുന്ന ഈ ഒരു 12, 14, 56ൻ്റെ അതേ രീതിയിൽ വരുന്ന വേറെ ഏതോ ഓപ്ഷനാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഒരു 30 സെക്കൻഡ് ടൈം തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഓക്കെ, 12, 14, 56 അല്ലേ. നമുക്ക് ഈ ഒരു 2 ചെറിയ സംഖ്യയും ഈ ഒരു വലിയ സംഖ്യയും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് ഫസ്റ്റ് നോക്കുക. 12, 14, 56 നോക്കുമ്പോൾ 14ൻ്റെ ടേബിളിൽ വരുന്നതാണ് 56 അല്ലേ. 14 × 4 ആണ് 56. ആ ഒരു റിലേഷനാണ് എനിക്കിപ്പോൾ വന്നത്. സോ ആ രീതിയിൽ ചെയ്യുവാണെങ്കിൽ എനിക്ക് 4 വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ആദ്യത്തെ 2 നമ്പറിനെ ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ചെയ്തു, ഡിവൈഡഡ് ബൈ എത്ര ചെയ്തു?
ഓക്കെ, ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് നമ്പർ ഡിവൈഡ് ബൈ 3 ആണ് എന്ത് തേർഡ് നമ്പർ എന്ന് പറയുന്നത് അല്ലേ. നോക്കി, ഫസ്റ്റ് എന്ന് പറയുന്നത് 12, 12 ഇൻറ്റു എത്രയാണ് 14 ഡിവൈഡഡ് ബൈ 3 വിച്ച് ഈസ് കട്ട് ചെയ്ത് കളയുമ്പോൾ 4, 4 ഇൻറ്റു 14 എത്രയാണ് 56. അങ്ങനെയാണെങ്കിൽ ആ ഒരു റിലേഷനിൽ വരുന്ന ഏത് സംഖ്യ എന്നാണ്. അപ്പം നോക്കി ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 16, 18, 96. ദാറ്റ് ഈസ് 16 ഇൻറ്റു 18 ഡിവൈഡഡ് ബൈ എത്രയാണ് 3 ഇൻറ്റു എത്ര, സോറി അതെന്ന് പറയുന്നത് എത്രയാണ് കട്ട് ചെയ്ത് കളയുമ്പോൾ ഇത് 6, 16 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 96. സോ കറക്റ്റ് ആൻസർ എത്രയാണ് ഓപ്ഷൻ ബി 16, 18, 96 എന്ന് പറയുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, പെൻ ഈസ് റിലേറ്റഡ് ടു ഇങ്ക് ഇൻ ദ സെയിം വേ ബ്രഷ് എന്ന് പറഞ്ഞാൽ റിലേറ്റ് ചെയ്തേക്കുന്ന ഏതാണ്. സോ ഒരു 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും. ഓക്കെ, പെന്നെന്ന് പറയുന്നത് റിലേറ്റഡ് ടു ഇങ്ക് ആണ് അല്ലേ. പെന്ന് ഇങ്കുമായി റിലേറ്റ് ചെയ്തെങ്കിൽ ബ്രഷ് ഏതുമായിട്ടായിരിക്കും, ഒബ്വിയസ്ലി പെയിൻ്റ് ആയിരിക്കും അല്ലേ, കാരണം പെന്ന് ഇങ്കുമായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ പെയിൻ്റ് എന്ന് ബ്രഷ് എന്ന് പറയുന്നത് നമ്മൾ പെയിൻറ് ഇതാക്കിയിട്ടാണ് വെക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എത്രയാണ് പെയിൻറ്, ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി വരുന്ന വരാൻഡ റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ്. ഈ ഒരു 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിൽ ആദ്യം ഒരു ക്ലാസ് സെഷൻ, ദെൻ ഒരു സർക്കിൾ സെഷൻ, ഒരു എക്സ്ട്രീം സർക്കിൾ, ഒരു സൂപ്പർ ബാച്ച്, ഒരു റിപ്പ് സെഷൻ, ദെൻ ഒരു മോക്ക് ഇൻ്റർവ്യൂ ആണ്. സോ ക്ലാസ് സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ കിടക്കുന്നതാണ്. SSCക്ക് ആണെങ്കിൽ മാത്സ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ്, ദെൻ റീസണിങ്, അതേപോലെ തന്നെ എന്താണ് GK ഉണ്ട്, പിന്നെ ഇംഗ്ലീഷും. ഈ 4 സബ്ജക്റ്റിലായിട്ട് നമ്മൾ ബെസ്റ്റ് ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതാണ്. അത് കഴിഞ്ഞൊരു സർക്കിൾ സെഷൻ ഉണ്ട്, ഒരു മെൻ്റൽ സപ്പോർട്ടോട് കൂടി ഒരു സർക്കിൾ സെഷൻ പോകുന്നതാണ്. അത് കഴിഞ്ഞ് എക്സ്ട്രീം സർക്കിൾ, ദെൻ ഒരു സൂപ്പർ ബാച്ച്. ഇനി വരാൻ പോകുന്ന എക്സാംസിന് വേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്ട്രീം സർക്കിളും സൂപ്പർ ബാച്ച് എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഒരു റിപ്പ് സെഷൻ, ദെൻ ഒരു മോക്ക് ഇൻ്റർവ്യൂ. ഈ 6 ലെവൽസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ച് അവൈലബിൾ ആണ്. ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചിന് വേണ്ടിയിട്ട് ഈ 2 നമ്പേഴ്സിലേക്കും കോൺടാക്ട് ചെയ്താൽ മതി. സോ നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് 20, 30, 450, 35, 25, 540 എന്ന് പറഞ്ഞൊരു സീരീസ് ആണ്. എന്നാൽ അടുത്ത വരുന്ന അതേ റിലേഷനിൽ പോകുന്ന വേറൊരു സീരീസ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഒരു 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെയ്യുന്നു. സോ നോക്കി, ഒറേറ്റർ എന്ന് പറയുന്നത് RQDSRQ എന്ന് പറഞ്ഞാണ് ചെയ്തേക്കുന്നത് അല്ലേ. ഒറേറ്റർ ദാറ്റ് ഈസ് ORATOR. നമുക്ക് അതിൻ്റെ പൊസിഷണൽ വാല്യൂസ് എന്ന് എഴുതി നോക്കാം. 15, 18, 1, 20, 15, വീണ്ടും 18. അത് ചെയ്തേക്കുന്നത് RQDSRQ എന്ന രീതിയിലാണ്. സോ ഇവിടെ ഇപ്പോൾ 18, 17, then 4, 19, 18 ആൻഡ് വീണ്ടും എത്രയാണ് 17. ഈ ഒരു രീതിയിലാണ് വന്നേക്കുന്നത്. സോ ഇവിടെ ആണെങ്കിൽ എന്താണ് +3 ആണ്. ഇവിടെ എന്തോ -1, ഇവിടെ വീണ്ടും +3, വീണ്ടും -1, +3 ആൻഡ് ദെൻ -1. ഈ ഒരു സീരീസാണ് പോയേക്കുന്നത്. +3, -1, +3, -1 എന്ന് പറഞ്ഞൊരു സീരീസാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ട്രാക്കിൾ എന്ന് പറയുന്നത് അല്ലേ. ടാക്കിൾ എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് കോഡ് ചെയ്തേക്കുന്നതാണ്. സോ ആദ്യമേ +3 എടുത്ത് നോക്കുക. ഇത് 20 ആണ്, അപ്പോൾ അവിടെ വരുന്നത് 23 വിച്ച് ഈസ് W ആണ്. എന്നിട്ട് ലാസ്റ്റ് ഓപ്ഷനും കൂടെ നോക്കിയാൽ മതി അല്ലേ. +3, -1, +3, -1, +3 ആൻഡ് -1. -1 വരുവാണെങ്കിൽ ഇത് 5 ആണ്. 5ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 4 വിച്ച് ഈസ് 4 എന്ന് പറയുന്നത് ഏതാണ് D വരുന്ന ഓപ്ഷനാണ്. സോ കറക്റ്റ് ആൻസർ എത്രയാണ് ഓപ്ഷൻ 2 WZFJOD. നമ്മൾ ഫുള്ള് ചെയ്ത് നോക്കണ്ട, ഫസ്റ്റും ലാസ്റ്റും ഡിജിറ്റ്സ് മാത്രം അല്ലെങ്കിൽ ഫസ്റ്റും ലാസ്റ്റും ലെറ്റേഴ്സ് മാത്രം നോക്കിയാൽ മതി, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ സം പംകിൻസ് ആർ ബനാനാസ്, ഓൾ ബനാനാസ് ആർ ബിറ്റർ ഗ്രൗണ്ട്,
കൺക്ലൂഷനിൽ പറഞ്ഞേക്കുന്നത് എന്തൊക്കെയാണ്? സോ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വന്നേക്കുന്ന കൺക്ലൂഷൻ, നോ ബിറ്റർ ഗ്രൗണ്ട് ഇസ് എ പംകിൻ. നോ ബിറ്റർ ഗ്രൗണ്ട് ഇസ് എ പംകിൻ ആൻഡ് സം ബിറ്റർ ഗേർഡ്സ് ആർ എന്താണ്? ബനാനാസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആൻഡ് ബോത്ത് ഓക്കെ. സോ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഞാൻ നിങ്ങൾക്ക് ഒരു 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തത് സം പംകിൻസ് ആർ ബനാന. സം പംകിൻസ് ആർ ബനാന, നമുക്ക് അങ്ങനെ വരയ്ക്കാം. ഇനി ഓൾ ബനാനാസ് ആർ ബിറ്റർ ഗാർഡ്. അപ്പോൾ ഇത് ബി എന്നും ഓൾ ബനാനാസ് ആർ എന്താണ്? ബിറ്റർ ഗാർഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബി ജി എന്നും കൊടുത്തു. ഇനി നമുക്ക് തന്നേക്കുന്ന കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നോ ബിറ്റർ ഗാർഡ് ഇസ് എ പംകിൻ എന്നാണ്. അത് പറയാൻ പറ്റുമോ? ഇല്ല, കാരണം നമുക്ക് ഈ ഒരു വെൻ ഡയഗ്രത്തിൽ നിന്ന് അത് കറക്റ്റായിട്ട് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അത് ഫോൾസ് ആണ്. സോ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ സം ബിറ്റർ ഗോഡ്സ് ആർ ബനാനാസ്. സം ബിറ്റർ ഗോഡ്സ് എന്ന് പറഞ്ഞാൽ ബനാനാസ് ആണെന്ന് അല്ലേ? സം ബിറ്റർ ഗോഡ്സ് ആർ ബനാനാസ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. കുറച്ച് ബിറ്റർ ഗോഡ്സ് എന്താണ്? ബനാനാസ് ആണ്. എന്നാൽ ഇതിൽ അപ്പോൾ ഏതായിരിക്കും? ഒള്ളി കൺക്ലൂഷൻ 2 മാത്രമല്ലേ ഫോളോ ചെയ്യുന്നുള്ളൂ. കുറച്ച് ബിറ്റർ ഗോഡ്സ് ബനാന ആണ്, നോ ബിറ്റർ ഗോഡ് ഇസ് എ പംകിൻ, അത് നമുക്ക് ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ ഒള്ളി കൺക്ലൂഷൻ 2 ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ഒള്ളി കൺക്ലൂഷൻ 2 ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇസഡ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് പ്ലസുമായിട്ട് അഡീഷനുമായിട്ടും, എക്സ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ, വൈ ഡിനോട്ട് ഡിവിഷൻ ആൻഡ് ഡബ്ല്യു ഡിനോട്ട് സബ്ട്രാക്ഷൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ 15y 11z4 z3 x4 then 19z3 y 11x3 ആൻഡ് 3z2 എന്ന് പറയുന്നതാണ് കോഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞേക്കുന്നത്. സോ ഒരു 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും. ഓക്കെ, സോ നോക്കുമ്പോൾ ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? ഇസഡ് ഈസ് ഡിനോട്ടിങ് പ്ലസ് അല്ലേ? ആൻഡ് അടുത്ത എന്താണ്? എക്സ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് എന്തിനാണ്? മൾട്ടിപ്ലിക്കേഷൻ. എക്സ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ വൈ എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് എന്തിനാണ്? ഡിവിഷൻ. ആൻഡ് ഡബ്ല്യു എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് സബ്ട്രാക്ഷനെയാണ്. സോ ആ രീതിയിലാണെങ്കിൽ 15y, അപ്പോൾ 15 ഡിവൈഡഡ് ബൈ 15 divided by 11. Then ഇവിടെ എത്രയാണ്? ഇസഡ്. ഇസഡ് എന്ന് പറഞ്ഞാൽ +4. ഇനി ഇസഡ് എന്ന് പറഞ്ഞാൽ +3 ഇൻറ്റു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റു തന്നെ ഇൻറ്റു 4. 19 ഇസഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് +3. വൈ എന്ന് പറയുമ്പോൾ വീണ്ടും ഇൻറ്റു ദെൻ 11 ഇൻറ്റു എന്ന് പറഞ്ഞാൽ വീണ്ടും ഇവിടെ ഡിവൈഡ് ബൈ ആണ്. വൈ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് അല്ലേ? ഡിവൈഡ് ബൈ 11 ഇൻറ്റു 3. ദെൻ ഇവിടെ എന്താണ്? 3z. 3z എന്ന് പറഞ്ഞാൽ 3 + 2. സോ ഈ രീതിയിലാണെങ്കിൽ ഇവിടെ എന്താണ്? 15 ഡിവൈഡ് ബൈ 15 പ്ലസ് 12 ഇൻറ്റു 9, ദാറ്റ് ഈസ് 21 by 33, 3 + 2. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഇവിടെ 361 എന്നാണ് കറക്റ്റ് ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ 1 361 ആണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ 1 361 ആണ് വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 6 ഫ്രണ്ട്സ് PQRSTU എന്ന് പറഞ്ഞാൽ 6 ഫ്രണ്ട്സ് ഒരു സർക്കുലർ ടേബിളിൽ ഇതാക്കാനാണ് ഫേസിങ് സെൻറ്റർ. ഇനി പി എസ് എന്ന് വെച്ചാൽ സെക്കൻഡ് റൈറ്റ് ഓഫ് എസ്,
Q is sitting the immediate left of എന്താണ് Q is sitting in the immediate left of T. P is sitting between R and Q and S is sitting immediate left of R. Who is sitting between P and S? P യുടെയും S ൻ്റെയും ഇടയ്ക്ക് ആരാണ് ഇരിക്കുന്നതെന്നാണ്. സോ ഒരു 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. നോക്കി 6 ഫ്രണ്ട്സ് ആണല്ലേ, 6 ഫ്രണ്ട്സ് സിറ്റിംഗ് ഇൻ എ ടേബിൾ. നമ്മൾ ഓരോന്നുമായിട്ട് എഴുതി. ദറ്റ് ഈസ് പി ഈസ് സിറ്റിംഗ് സെക്കൻഡ് റൈറ്റ് ഓഫ് ആരാണ് എസ്. പി ഈസ് സിറ്റിംഗ് സെക്കൻഡ് റൈറ്റ് ഓഫ് എസ്. ക്യു ഈസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ആരാണ് ടി. ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ടി. ആൻഡ് പി ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ ആർ ആൻഡ് യു. യുവിൻ്റെയും ആറിൻ്റെയും ഇടയ്ക്കാണ്, ആറിൻ്റെയും യുവിൻ്റെ ഇടയ്ക്കാണ് പി ഉള്ളത്. എസ് ഈസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ആർ. ആറിൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ് ഇരിക്കുന്നത്. എന്നാൽ പിയും എസ്സും തമ്മിലുള്ള ഇതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ആദ്യമേ ഞാൻ എസ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുവാണെങ്കിൽ അല്ലേ, മൊത്തത്തിൽ 6 പേരാണുള്ളത്. 6 ഈക്വലായിട്ട് ഇതാക്കി. 6 ഇവിടെ ഞാൻ എസ് ഞാൻ ഇവിടെ കൊടുക്കുവാണെങ്കിൽ എസ്സിൻ്റെ എങ്ങനെയാണ് സെക്കൻഡ് റൈറ്റിൽ അല്ലേ, സെക്കൻഡ് റൈറ്റിൽ ആരിയിരിക്കുന്നു, പി ഇരിക്കുന്നു എന്നാണ്. സോ എസ്സിൻ്റെ സെക്കൻഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ എസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലേസ് ചെയ്യുന്നു. ഇതിൻ്റെ റൈറ്റും ലെഫ്റ്റും ആയിട്ടാണ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. സോ സെക്കൻഡ് റൈറ്റിൽ, എസ്സിൻ്റെ സെക്കൻഡ് റൈറ്റിലാണ് പി ഇരിക്കുന്നത്. ഫസ്റ്റ് റൈറ്റ് സെക്കൻഡ് റൈറ്റ്. പി ഇവിടെ വന്നു അല്ലേ, ഫസ്റ്റ് റൈറ്റ് സെക്കൻഡ് റൈറ്റിൽ വന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്, പി ഈസ് ബിറ്റ്വീൻ ആർ ആൻഡ് യു എന്ന് കിടപ്പുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് എന്താ, എസ് ഈസ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ആർ. ആറിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ് ആരിയിരിക്കുന്നത്, എസ് ഇരിക്കുന്നത്. സോ ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആറിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റിലായിരിക്കുന്നു എസ് ഇരിക്കുന്നു. അത് കഴിഞ്ഞ് എന്താണ്, പി ഈസ് ബിറ്റ്വീൻ ആർ ആൻഡ് യു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പി ഈസ് ബിറ്റ്വീൻ ആർ ആൻഡ് യു. നമ്മുടെ മാർക്ക് ചെയ്യാം. ആദ്യമേ പി ഈസ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് എസ്. പി ഈസ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് എസ്. ക്യു ഈസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ടി. ടിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ് ക്യു. പി ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ ആർ ആൻഡ് യു. പി ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ ആർ ആൻഡ് യു. ആൻഡ് എസ് ഈസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ആർ. സോ ഞാനിവിടെ ആർ എന്ന് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ, ആറാണെങ്കിൽ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലായിരിക്കുന്നു എസ്. എസ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലിരിക്കുന്നു. ഓക്കെ, എസ് ഞാൻ അവിടെ പ്ലേസ് ചെയ്തു. എസ് അവിടെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ എസ്സിൻ്റെ എവിടെയാണ്, സെക്കൻഡ് ടു ദ റൈറ്റിൽ, എസ്സിൻ്റെ സെക്കൻഡ് ടു റൈറ്റിലായിരിക്കുന്നു പി ഇരിക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ എസ്സിൻ്റെ സെക്കൻഡ് ടു റൈറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റൈറ്റ് സെക്കൻഡ് റൈറ്റ്, ദാറ്റ് ഈസ് പി ഇവിടെ വന്നു. ഫസ്റ്റ് റൈറ്റ് സെക്കൻഡ് റൈറ്റ്. സോ ആ രീതിയിൽ പി ആ ഒരു പൊസിഷനിൽ വന്നു. ഇനി ആറിൻ്റെയും യുവിൻ്റെയും ഇടയ്ക്കാണ് എന്ത്, പി ഇരിക്കുന്നത്. ആറിൻ്റെയും യുവിൻ്റെയും ഇടയ്ക്കാണ് പി ഇരിക്കുന്നത്. അത് വരച്ചു. അത് കഴിഞ്ഞ് രണ്ടുപേരെ പ്ലേസ് ചെയ്യാവുള്ളൂ. അതാണ് ക്യു ഈസ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ആരാണ് ടി. ടിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലോട്ടാണ്. ഞാൻ ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ റൈറ്റ് ലെഫ്റ്റ് ഇതാണെങ്കിൽ ഇങ്ങോട്ട് എന്തായിരിക്കും, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് എന്ന് കിടക്കാം. അപ്പോൾ ടിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ആരാണുള്ളത്, ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ഇനി ചോദിച്ചേക്കുന്നത് എന്താണ്, സോറി, ക്യു ആൻഡ് ടി. ഓക്കെ, സോ ചോദിച്ചേക്കുന്നത് എന്താണ്, ഹൂ ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ പി ആൻഡ് എസ്. പിക്കും എസ്സിനും ഇടയ്ക്ക്, അതപ്പം നമുക്ക് ഡയറക്റ്റ്ലി കിട്ടി. പിക്കും എസ്സിനും ഇടയ്ക്ക് ആരാണുള്ളത്, ആറാണ് ഉള്ളത്. ഫുള്ള് സോൾവ് ചെയ്യേണ്ടായിരുന്നു. പിക്കും എസ്സിൻ്റെ ഇടയ്ക്ക് ആറാണ് ഉള്ളത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്പർ സീരീസ് ക്വസ്റ്റ്യൻ ആണ്. 10, 11, 19, 46 ആൻഡ് 110 എന്നാണ്. സോ ഇതിൽ നെക്സ്റ്റ് വരുന്ന സീരീസ് ഏതാ അല്ലെങ്കിൽ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ.
സോ ഇത് അടുത്തടുത്ത് കിടക്കുന്ന സംഖ്യകളല്ലെങ്കിലും ഞാൻ ജസ്റ്റ് ഇവിടം വരെ ഉള്ള ഇത് നോക്കുമ്പോൾ അടുത്തടുത്ത് കിടക്കുന്നതാണ്, ലാസ്റ്റ് മാത്രം ഇച്ചിരി ദൂരെ കിടക്കുന്നതാണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെയും ഒന്ന് ഡിഫറൻസ് എടുത്ത് നോക്കി. 10, 11, 19, 46 ആൻഡ് 110 എന്ന് എടുത്ത് നോക്കി. 10 11 തമ്മിലുള്ള വ്യത്യാസം 1. ഇതാണെങ്കിൽ 8. ദിസ് ഇസ് എത്രയാണ്? 27. ദെൻ ഇതെത്രയാണ്? 64. സോ ഈ നമ്പേഴ്സ് നോക്കിയപ്പോൾ 1, 8, 27, 64 എന്ന് പറഞ്ഞ നമ്പേഴ്സ് നോക്കുമ്പോൾ ഇതെന്താണ്? ഓരോന്നിൻ്റെ ക്യൂബാണ്. ഇത് 1 ക്യൂബാണ്, ഇത് 2 ക്യൂബ്, വിച്ച് ഇസ് 3 ക്യൂബ്, 4 ക്യൂബ്. അപ്പോൾ അടുത്ത വരേണ്ട എന്തായിരിക്കും? 5 ക്യൂബാണ്, വിച്ച് ഇസ് 1110 പ്ലസ് 125, വിച്ച് ഇസ് ഈക്വൽ ടു 235 എന്നാണ് വരേണ്ടത്. സോ 235 ഓപ്ഷൻ 2 ആണ് എന്ത് കറക്റ്റ് ആൻസർ. 235 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ആൽഫബറ്റിക് സീരീസ് ആണ്. L ഡാഷ് ഡാഷ് R ഡാഷ് T ഡാഷ് MP ഡാഷ് S ഡാഷ് ഡാഷ് MP ഡാഷ് ST എന്നാണ് കൊടുത്തേക്കുന്നത്. സോ ഇത് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ഓപ്ഷനിൽ നിന്ന് പുട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 1 ആണ്. MPSLRTLR എന്ന് പറഞ്ഞാൽ ഓപ്ഷനിൽ നിന്ന് ഡയറക്റ്റ് പുട്ട് ചെയ്യുമ്പോൾ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇവിടെ ST ആണ് അടുത്ത് വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും S ആയിരിക്കും. അങ്ങനെ S വരുന്ന ഓപ്ഷൻ നോക്കുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് നോക്കുക. അപ്പോൾ MP, ദെൻ അടുത്ത വീണ്ടും LMPR. അപ്പം LMPRST എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. സോ ഒന്നെങ്കിൽ ഓപ്ഷനിൽ നിന്ന് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ലോജിക്ക് വെച്ച് നോക്കിയാൽ മതി, നമുക്ക് കിട്ടും. സോ ഈ ഒരു 10 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം നമ്മൾ ഈ ഒരു റിവിഷൻ ആൻഡ് പ്രാക്ടീസിൽ വന്നിട്ടുള്ളതാണ്. റീസണിങ് ക്വസ്റ്റ്യൻസ് ഇനി CHSL എന്ന് പറഞ്ഞാൽ ഒരു 1 മന്ത് അകലെയാണ്. നെക്സ്റ്റ് ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് ടെൻറ്റേറ്റീവ് ഡേയ്സ് കൊടുത്തിട്ടുണ്ട്. സോ ജൂലൈയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്ന എക്സാം. സോ ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രിപ്പറേഷനാണ് വേണ്ടത്. സോ ആ ഒരു ഇൻറ്റൻസ് പ്രിപ്പറേഷനാണ് നമ്മൾ നൽകുന്നത്. സോ ഒരു 10 ക്വസ്റ്റ്യൻ നമ്മൾ ഓരോന്നും ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, നേരത്തെ ചോദിച്ചിട്ടുള്ള CGL അല്ലെങ്കിൽ CHSL ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ദാറ്റ് നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് അവെയർ ആകാം ഈ ക്വസ്റ്റ്യൻസിലൂടെ. സോ ഇന്നത്തെ സീരീസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.